എന്താണ് ഇന്നത്തെ കോടതി വിധി നൽകുന്ന സന്ദേശം? കൊല്ലപ്പെട്ട പോലീസുകാരന്റെ കുടുംബത്തിനും സമരം ചെയ്ത ആദിവാസികൾക്കും നീതി കിട്ടിയോ എന്നതാണ് ചോദ്യം. ഷഫീഖ് താമരശ്ശേരി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷഫീഖ്, ഇപ്പോൾ ഈ തലമുറയിലുള്ളവർക്ക് മുത്തങ്ങയിൽ പണ്ടൊരു വലിയ വെടിവെപ്പുണ്ടായി എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ചരിത്രമൊക്കെ ഏറെക്കുറെ അത്രമേൽ അക്കാഡമിക് ബുദ്ധിയോടുകൂടി നോക്കുന്നവർക്കല്ലാതെ മറഞ്ഞു പോയിട്ടുണ്ട് ഓർമ്മയിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ആ വിധി വന്നിരിക്കുകയാണ്. അതിൽ ആർക്കും ലാഭമോ നഷ്ടമോ നീതിയോ അനീതിയോ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയുന്നത് പോലെയാണ്. അത് തന്നെയാണ് മധു. നമുക്ക് മുന്നിൽ ധാരാളം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് മുത്തങ്ങ കേസിലെ കോടതി വിധി. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ആദിവാസി നേതാവ് CK ജാനു ഇതിനകത്ത് പ്രതികരിച്ചതുപോലെ മുത്തങ്ങയിലെ കോടതി വിധി അങ്ങേയറ്റം വംശീയ വിവേചനം നിലനിൽക്കുന്ന ഒരു വിധി എന്ന നിലയിലാണ് അവർ ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചത്. ഏതാണ്ട് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിൽ സംജാതമാകുന്നത്. കാരണം നമുക്കറിയാം, മുത്തങ്ങയിൽ സംഭവിച്ചിട്ടുള്ളത് കേവലം ഒരു പോലീസുകാരൻ്റെ മരണം മാത്രമല്ല. പക്ഷേ 23 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ കേസിൽ വിധി വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന പ്രശ്നം പോലീസുകാരൻ്റെ മരണം മാത്രമാണ്. ആ കേസിൽ മാത്രമാണ് വളരെ കൃത്യമായും നീണ്ട കാലം നീണ്ടുനിന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിചാരണ കാലയളവിലൂടെ പ്രതികളെ ഏതാണ്ട് നിയമത്തിൽ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ മുത്തങ്ങയിൽ സംഭവിച്ചിട്ടുള്ള ധാരാളം ക്രൂരതകളുണ്ട്. പ്രത്യേകിച്ചും മുത്തങ്ങയിൽ സമാനമായ നിലയിൽ ഒരു ആദിവാസി കൊല്ലപ്പെട്ടിരുന്നു. ജോഗി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും സർക്കാർ രേഖകളിൽ ഒരു ദുരൂഹ മരണം മാത്രമാണ്. അതുമാത്രമല്ല, ധാരാളം പിഞ്ചു കുട്ടികളടക്കം 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് മുത്തങ്ങയിലെ പോലീസ് അതിക്രമത്തിൻ്റെ ഭാഗമായി. ധാരാളം ആളുകൾ, 57ഓളം സ്ത്രീകൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിട്ടുണ്ട്. അതിക്രൂരമായി പോലീസ് ക്യാമ്പിലും ജയിലിലും വെച്ച് മർദ്ദനമേറ്റിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സമരത്തിൻ്റെ ഭാഗമായി സമര സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഈ മുത്തങ്ങ അനുഭവങ്ങളെക്കുറിച്ച് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് പറഞ്ഞതും എഴുതിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ നിലയ്ക്ക് അധികാരമില്ലാത്ത മനുഷ്യർക്ക് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത അനീതി എന്ന് പറയുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ഈ മരണസംഖ്യ എന്ന് പറയുന്ന ഔദ്യോഗിക കണക്കുകൾക്ക് അപ്പുറത്തേക്കുണ്ട് എന്നതുകൂടിയാണ് ആദിവാസികളുടെ അവകാശവാദം. തീർച്ചയായും അത് തന്നെയാണ്. കാരണം മുത്തങ്ങയിൽ കൊല്ലപ്പെട്ടത് ഒരു ആദിവാസിയും ഒരു പോലീസും എന്നുള്ളതാണ് ഒരു മുഖ്യധാരാ നറേറ്റീവ്. എന്നാൽ യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ധാരാളം മരണങ്ങൾ മുത്തങ്ങാനന്തരം വയനാട്ടിലെ ആദിവാസി കോളനികളിൽ തുടർച്ചയായി സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് തന്നെ പുലിതൂക്കി കോളനിയിലുള്ള മാളു എന്നൊരു സ്ത്രീ ദിവസങ്ങളോളം കാടിനകത്ത് ഒറ്റപ്പെട്ട് കൈക്കുഞ്ഞുമായി തിരിച്ചു വരുമ്പോൾ പട്ടിണി കിടന്ന ആ കുഞ്ഞ് മരണപ്പെടുന്നുണ്ട്. ആ മാളുവിനെ പിന്നീട് പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ മനംനൊന്ത് മാനസിക നില താളം തെറ്റി അവരുടെ ഭർത്താവ് നാരായണൻ മരണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആളുകൾ, ഞേണൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഇതേപോലെ തന്നെ പോലീസ് ക്രൂരതകളെ തുടർന്ന്, പ്രത്യേകിച്ചും കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് പുറത്തു വന്ന് ചോര ഛർദ്ദിച്ച് മരിച്ചിട്ടുണ്ട്. പിന്നീട് ഉടനീളം നമുക്ക് കാണാം, വയനാട്ടിലുള്ള ആദിവാസി കോളനികൾ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, അടിവയറ്റിൽ പോലീസിൻ്റെ ചവിട്ടേറ്റതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും അവശേഷിക്കാതെ അതിൻ്റെ ശാരീരിക ഔഷധങ്ങളുമായി ഇന്നും ഒരർത്ഥത്തിൽ മരണത്തോടും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആദിവാസികളെ വയനാടൻ ആദിവാസി കോളനികളിൽ നമുക്ക് നിരന്തരം കാണാൻ കഴിയും, എല്ലായിടത്തും കാണാൻ കഴിയും. അത്രമേൽ ക്രൂരമായ ഒരു ഭരണകൂട വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അക്രമം നടന്ന് 23 വർഷം പിന്നിടുമ്പോഴും അതിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പരിക്കിൽ മാത്രം, ഒരു പോലീസുകാരൻ്റെ മരണത്തിൽ മാത്രം ഈ സിസ്റ്റം വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലിരകളാക്കപ്പെട്ട നൂറുകണക്കിന് ആദിവാസികൾ ഏൽക്കേണ്ടി വന്ന, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏൽക്കേണ്ടി വന്ന സാരമായ പരിക്കുകൾക്കൊന്നും, അവരുടെ ജീവനാശത്തിന് പോലും യാതൊരു തരത്തിലുള്ള അന്വേഷണം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയം പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ തന്നെ രാഷ്ട്രീയ മുഖ്യധാര പരിസരങ്ങൾ ഏതാണ്ട് ഒരു മൗനാനുവാദത്തോടുകൂടി അംഗീകരിച്ചു കൊടുത്ത ഒരു വംശഹത്യ തന്നെയായിരുന്നു മുത്തങ്ങയിൽ നടന്നത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി അനുഭവിക്കപ്പെട്ട ഒരാൾക്കും നീതി ലഭിച്ചില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഷഫീഖ് താമരശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത നീതി എന്നുള്ളതാണ് ആദിവാസി സംഘടനകളടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. പോലീസിലുണ്ടായ ഒരു മരണത്തിന് മാത്രമാണ് വളരെ കൃത്യമായി നിയമം മറുപടി നൽകിയിരിക്കുന്നത്. ആദിവാസികൾക്ക് നേരിടേണ്ടി വന്ന പീഡനത്തിനോ മരണത്തിനോ മറ്റൊന്നിനും യാതൊരു അക്കൗണ്ടബിലിറ്റിയും നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിമർശനം കൂടി ശക്തമാവുകയാണ്.